നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കാർഷിക മേഖലയാണ്. രണ്ട് രീതിയിലാണ്. ഒന്ന് മലയോര മേഖലയും കോൾപ്പടവുകളും ഉണ്ട്. അപ്പോൾ കോൾപ്പടവുകളിൽ പിന്നെ ഏകദേശം 24 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ അവിടെ ഒരു 50, 60, 70 കൊല്ലമായിട്ടൊക്കെ ആവശ്യമുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജ് നമ്മുടെ ശോഭാ സിറ്റിയുടെ മുന്നിൽ കാണാം. മൊത്തം പട്ടണത്തിൽ വെള്ളം കയറിയാൽ നേരത്തെ ബണ്ട് പൊട്ടിച്ചിട്ട് വേണം വെള്ളം. അപ്പോൾ കൃഷിക്കാരായിട്ടുള്ള തർക്കം വരും. അപ്പോൾ അത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഏകദേശം 3.5 കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയായി. അപ്പുറത്ത് പിന്നെ 51 തറ പാലം പുല്ലഴിത്തോടിൻ്റെ കുറുകിയുള്ളതാണ്, അത് പൂർത്തിയായി. മറ്റേ നമ്മുടെ മണ്ഡലത്തിൻ്റെ ഏറ്റവും അറ്റത്താണ്. ഇപ്പോൾ വാഴാനി പുഴയുടെ ഏറ്റവും അറ്റത്തെ ചിറ തോളൂര് ചിറ 53 കിലോമീറ്ററാണ് ഈ പുഴ. തോളൂര് ചിറ നമ്മുടെ മണ്ഡലത്തിലാണ്. അവിടെയാണ് പതിയാർകുളങ്ങര VCB, പഴമുക്ക് VCB. കോൾപ്പടവുകളിലാകെ നേരത്തെ പെട്ടിയും പറയും ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഏകദേശം 50-53 സബേഴ്സബിൾ പമ്പ് സെറ്റ് നമുക്കവിടെ കൊടുക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം പിന്നെ പദ്ധതികൾ രൂപപ്പെടുമ്പോൾ ഇപ്പോൾ നേരത്തെ പൊന്നാനി തൃശ്ശൂർ കോൾ എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുക. അതിൽ നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ അവതരിപ്പിച്ചുകൊണ്ട് പൊന്നാനി തൃശ്ശൂർ കോൾ എന്ന് പറയുന്നിടത്തിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 3 പഞ്ചായത്താണ് വരിക. അവിടുത്തെ പടവ് കമ്മിറ്റികളെയും ആ പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങളും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശോധിക്കണം എന്ന് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ നിലയിലുള്ള പരിശോധനയിലൂടെ നമുക്ക് ആ ഫണ്ട് അവിടെ വിനിയോഗിക്കുന്നതിനും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കഴിഞ്ഞു. ഒരുപാട് ട്രാൻസ്ഫോമറുകൾ, ഇലക്ട്രിസിറ്റി പ്രവർത്തനം. അപ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് പറഞ്ഞതാണ്. ഈ ഓരോ പ്രവർത്തനങ്ങളും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട പ്രവർത്തനങ്ങൾ തന്നെയാണ്. നിരവധി പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് ഇനിയുമുണ്ട് എന്ന് തന്നെയാണ്. നടത്തിയ പ്രഖ്യാപനങ്ങൾ മുഴുവൻ പൂർത്തിയായി എന്നൊരു തോന്നൽ. അതായത് വടക്കാഞ്ചേരി പുഴ എന്ന് പറയുന്നതിന് നമുക്ക് 10 കോടി രൂപയാണ് നമുക്കുണ്ടായിരുന്നത്. ആ 10 കോടി രൂപ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പുഴയുടെ മേഖലയ്ക്കകത്തുള്ള ജനപ്രതിനിധികൾ, തെക്കുംകര പഞ്ചായത്തിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുള്ള ജനപ്രതിനിധികൾ പുഴയിലാകെ സഞ്ചരിച്ച് ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഓരോ മേഖലയിലും ചെയ്യേണ്ട പ്രവൃത്തികളെ നേരത്തെ കൂട്ടി നിശ്ചയിച്ച് എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം 10 കോടി രൂപ വടക്കാഞ്ചേരി പുഴയെ സംബന്ധിച്ചിടത്തോളം പര്യാപ്തമല്ല. എങ്കിലും ആ തുകയുടെ നിർവഹണം നമുക്ക് ഇപ്പോൾ ഒരു 70% നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് സംബന്ധിച്ച് പറയാൻ. ഇപ്പോൾ വാഴാനിയിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ വല്ലാതെ മണ്ണ് കിടന്നിരുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തു, ഇടിഞ്ഞ സ്ഥലങ്ങളിൽ കെട്ടി, ചില കുറുകിയുള്ള പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം അത് നടക്കുന്നു. ഇപ്പോൾ വടക്കാഞ്ചേരിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുഴ അളന്ന് തിട്ടപ്പെടുത്തി പുഴയുടെ കരകളെ കൃത്യമായി പിന്നെ പഠിച്ചു വേണത് ചെയ്യാൻ. എത്ര അളന്നാലും അറിയാലോ നമുക്ക് അതിൻ്റെ പരിമിതികളുണ്ട്. കാരണം ഇത് വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. വീണ്ടും വീണ്ടും സംശയങ്ങൾക്ക് ഇട നൽകും. ഒപ്പം തന്നെ ഈ ഡാമിൻ്റെ പിന്നെ മറ്റേ തുറക്കുന്നതും അടയ്ക്കുന്നതുമൊക്കെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ, കൃത്യമാക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. പുഴ എന്ന് പറയുന്നത് നിരന്തരമായി നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. ഒരു മഴ പെയ്താൽ വീണ്ടും മണ്ണ് വരും. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിനുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ആ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇടപെട്ട് നമുക്കത് പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ്. ഇപ്പോൾ ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചാലിപ്പാടം ഭാഗത്ത് ഇപ്പോഴും പുഴ കെട്ടി സംരക്ഷിക്കുകയാണ്. അത് കുമ്പളങ്ങാട് വരെ എത്തേണ്ടതുണ്ട്. അതോടുകൂടിയാണ് ഈ തുക നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും.